സത്യവിശ്വാസികളെ, നാം ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുന്നത് നേർമാർഗത്തിലേക്ക് അഥവാ സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിദായത്താണ്. എന്താണ് ആ ഹിദായത്തിലേക്ക് അല്ലെങ്കിൽ ആ നേർമാർഗത്തിലേക്ക് നമ്മെ നയിക്കുന്ന, നമ്മെ ക്ഷണിക്കുന്ന, നമ്മെ അതിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയിലൂടെ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വറബല്ലാഹു മസലൻ സിറാത്തൻ മുസ്തഖീമ. അല്ലാഹു തആല ഇതാ ഒരു ഉപമ പറയുന്നു, നേർമാർഗം, നേരായ മാർഗത്തിന് ഒരു ഉപമ പറയുകയാണ്. വഅലാ ജനബതൈ സിറാത്ത്, ആ സിറാത്തിന്റെ രണ്ട് ഭാഗത്തായി സൂറാൻ, രണ്ട് മതിലുകളുണ്ട്. ഒരു വഴി, അതിന്റെ രണ്ട് ഭാഗത്തായി രണ്ട് മതിലുകളുണ്ട്. ഫീഹിമാ അബ്വാബുൻ മുഫത്തഹത്തുൻ, ആ മതിലുകളിൽ തുറന്നു വെക്കപ്പെട്ട കവാടങ്ങളുമുണ്ട്. വഅലൽ അബ്വാബി സുതൂറുൻ മുർഖാത്തുൻ, ആ വാതിലുകൾക്ക് മുമ്പിൽ ഓരോ കർട്ടനുകൾ, മറയുമുണ്ട്, തൂക്കിയിട്ടിട്ടുള്ള മറകളുമുണ്ട്. വഅലാ ബാബിസ് സിറാത്ത്, ആ പാതയുടെ വാതിൽക്കൽ, അതിലേക്ക് പ്രവേശിക്കുന്ന ആരംഭത്തിൽ ദാഇൻ യഖൂൽ, ഒരാളുണ്ട്, അയാൾ പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഉദ്ഖുലു അസ്സിറാത ജമീഅ, നിങ്ങൾ എല്ലാവരും ഈ നേരായ ഈ പാതയിലേക്ക് പ്രവേശിക്കുക. വലാ തതഅറജു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകരുത്, നിങ്ങൾ പിഴച്ചു പോകരുത്. വദാഇൻ യദ്ഉ മിൻ ഫൗഖിസ് സിറാത്ത്, മറ്റൊരാൾ ഈ പാലത്തിന്റെ സിറാത്തിന്റെ മുകളിലായിക്കൊണ്ടുണ്ട്. ഇയാൾ തുടക്കത്തിലാണ്, മറ്റൊരാൾ മുകളിലായിക്കൊണ്ടുണ്ട്. ആ ഫൈദാ അറാദ യഫ്തഹു ഷൈഅൻ മിൻ തിൽകൽ അബ്വാബ്, ആ വാതിലുകളിൽ അഥവാ ആ രണ്ട് മതിലുകളിലുള്ള കർട്ടൻ ഇട്ടിട്ടുള്ള വാതിലുകളിലേക്ക് ഈ ആളുകൾ ആരെങ്കിലും പ്രവേശിക്കാൻ തുടങ്ങിയാൽ ഈ പാതയുടെ മുകളിലുള്ള ആൾ വിളിച്ചു പറയും, വൈഹക്, നിനക്ക് നാശം, ലാ തഫ്തഹ്, നീ അത് തുറക്കരുത്. ഫഇന്നക ഇൻ തഫ്തഹു തലിജുഹു, നീ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കും, നീ അത് തുറന്നു നോക്കിയാൽ നീ അതിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞു. വസ്സിറാത്ത്, എന്നിട്ട് പറയുകയാണ്, അസ്സിറാത്ത് എന്നുള്ളത് അൽ ഇസ്ലാം, ഇസ്ലാമാണ്, ഇസ്ലാമാണ്, നേരായ മതമാണ്. എന്നിട്ട് പറഞ്ഞു, വസ്സൂറാൻ ഹുദൂദുല്ലാഹ്, രണ്ട് മതിലുകൾ എന്നുള്ളത് അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളിലെ അതിർവരമ്പുകളാണ്, ഹറാമുകളാണ്. വല്ല അബ്വാബുൽ മുഫത്തഹത് മഹാരിമുല്ലാഹ്, ആ തുറക്കപ്പെട്ട വാതിലുകൾ ഓരോ ഹറാമുകളും അഥവാ അതിർവരമ്പുകളും, ഈ വാതിലുകൾ ഓരോ ഹറാമുകളുമാണ്, അള്ളാഹുവിന്റെ പരിധിയാണ്. എന്നിട്ട് പറഞ്ഞു, വദാലിക ദാഇ അലാ റഅസി സിറാത്ത്, ആ പാതയുടെ ആരംഭത്തിൽ ക്ഷണിക്കുന്ന വ്യക്തി എന്നുള്ളത് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബ ഖുർആനാണ്. വദാഇ മിൻ ഫൗഖി സിറാത്ത്, ആ പാതയുടെ മുകളിലായിക്കൊണ്ടുള്ളത് വാഇലുല്ലാഹി ഫീ ഖൽബി കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിന്റെ ഖൽബിലുമുള്ള വാഇലാണ്, ഉപദേശകനാണ്, തിന്മയിലേക്ക് പോകുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഉപദേശിക്കുന്ന ഉപദേശകനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ, ആരാണ് നേരായ മാർഗത്തിലേക്ക് നമ്മെ ഏറ്റവും അധികം ക്ഷണിക്കുന്നത്? അത് അല്ലാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ കലാമായ, അള്ളാഹുവിന്റെ സംസാരമായ ഖുർആനാണ്. ആ ഖുർആനുമായിട്ട് നമുക്ക് എത്ര ബന്ധമുണ്ടോ, അതിന്റെ ആശയങ്ങൾ നാം എത്ര മനസ്സിലാക്കുന്നുവോ, അത് എത്രത്തോളം ജീവിതത്തിൽ പകർത്തുന്നുവോ, അത് നമ്മെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നയിക്കുകയും ഏറ്റവും നേരായതിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതി ഹിയ അഖ്വം, ഈ ഖുർആൻ തീർച്ചയായിട്ടും ഏറ്റവും ചൊവ്വായതിലേക്ക്, ഏറ്റവും നേരായതിലേക്ക് വഴി കാണിക്കുന്നതാണ്. വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന അസ്സാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ, ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് മഹത്തായ പ്രതിഫലമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഹോദരങ്ങളെ, ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം നാം പരിശോധിക്കണം. എന്താണ് ഖുർആനുമായിട്ട്? ഖുർആനിന്റെ പാരായണത്തിൽ, അതിന്റെ പഠനത്തിൽ, അതിന്റെ തഫ്സീർ മനസ്സിലാക്കുന്നതിൽ, അത് അമലാക്കുന്നതിൽ, അതുകൊണ്ട് അള്ളാഹുവിനോട് ശിഫാ തേടുന്നതിൽ, ഇങ്ങനെ എല്ലാ മേഖലയിലും എന്താണ് ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് നാം നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കിയിട്ടുള്ള ഏറ്റവും നല്ല സതുപദേശവും അള്ളാഹുവിൽ നിന്നുള്ള ശിഫാവും അതുപോലെ തന്നെ ഹുദയും നേർമാർഗയും റഹ്മത്തുമാണ് ഖുർആൻ എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശം അതാ നിങ്ങൾക്ക് എത്തിയിരിക്കുന്നു. നിങ്ങൾക്ക് തിന്മയെക്കുറിച്ച് താക്കീത് ചെയ്യുന്ന, അതിനെക്കുറിച്ച് അറിയിച്ചേരുന്ന, ഓർമ്മപ്പെടുത്തുന്ന സതുപദേശം ഇതാ നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നെഞ്ചുകളിലുള്ള ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങൾ, ശുബ്ഹത്തുകൾ, വിശ്വാസത്തിലെ സംശയങ്ങൾ, ശഹവത്തുകൾ, അമലിലെ തിന്മകൾ, അവയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള, അവയെ മാറ്റാനുള്ള ശിഫ, ശമനം അതാ ഖുർആനിലുണ്ട്. വഹുദൻ, നേർമാർഗം, നേരായ മാർഗത്തിലേക്ക്
മാർഗത്തിലേക്കുള്ള ഹിദായത്ത് ആ ഖുർആനിലുണ്ട്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്കതാ ഏറ്റവും നല്ല കാരുണ്യവും നാളത്തെ പ്രതിഫലം അറിയിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യവുമാണ് ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആനുമായിട്ട് അല്ലാഹുവിന്റെ കലാമുമായിട്ട് ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ, തദബ്ബുർ ഉണ്ടാകാൻ നമുക്ക് സാധിക്കണം. മറ്റെന്തിനേക്കാളും നമ്മുടെ ഖൽബിന് സമാധാനം നൽകുന്ന, നമുക്ക് ആശ്വാസം നൽകുന്ന, നമ്മിലേക്ക് സക്കീനത്ത് ഇറങ്ങുന്ന കാര്യമായിരിക്കും അത്. ഒരു സംഭവം നോക്കൂ. ബറാ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റജുലൻ യഖറഉ സൂറത്തുൽ കഹ്ഫ്, ഒരു വ്യക്തി സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയായിരുന്നു. വഇൻദഹു ഫറസുൻ മർബൂത്തുൻ ബിശതനൈൻ, രണ്ട് കയറുകളിലായിക്കൊണ്ട് കെട്ടിയിട്ട ഒരു കുതിര അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഫതഗശത്ഹു സഹാബത്തുൻ, അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തെ മേഘങ്ങൾ ഇദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വരാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരു തണലിട്ട് കൊടുക്കുന്നത് പോലെ തുടങ്ങി. അത് അദ്ദേഹത്തിന്റെ ചുറ്റുമായി അദ്ദേഹത്തിലേക്ക് അടുത്തു വരുന്നത് പോലെ തോന്നി. ഇത് കണ്ടപ്പോൾ ആ കയറിൽ നിന്ന് ഓടാൻ കുതിര ചെയ്യുമാറ് കുതിര വെപ്രാളം കൊണ്ടു ഈ ആകാശങ്ങൾ എടുത്തു വരുന്നത് കണ്ടിട്ട്. രാവിലെ ആയപ്പോൾ ഈ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നു. ഇന്നലെ ഉണ്ടായ ഈ സംഭവം പറഞ്ഞു കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിന് വേണ്ടി ഇറങ്ങിയ സക്കീനത്താണത്, ആശ്വാസമാണത്, സമാധാനമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, ആകാശഭൂമികൾക്കിടയിൽ എന്തെല്ലാം വസ്തുക്കൾ നിങ്ങൾ എടുത്താലും അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. എന്നാൽ അള്ളാഹുവിൽ നിന്ന് വന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന അള്ളാഹുവിന്റെ വിശേഷണമായിട്ട് ഖുർആൻ മാത്രമേ ഇവിടെയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് നമ്മെ ബന്ധിപ്പിക്കുന്ന, ഈ ദീനിൽ നമ്മെ ഉറപ്പിച്ചിരുത്തുന്ന കാര്യമാണ് ഖുർആൻ. നമ്മുടെ ഷറഫാണത്, നമ്മുടെ ശ്രേഷ്ഠതയാണത്, നമ്മുടെ ഇസ്സത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും അഫലാ തഅഖിലൂൻ, നിങ്ങൾക്കതാ കിതാബ് ഇറക്കിയിട്ടുണ്ട്, അതിലാണ് ഫീഹി ദിക്റുക്കും, തഫ്സീറിൽ കാണാം ഫീഹി ശറഫുക്കും, നിങ്ങളുടെ ശ്രേഷ്ഠത, നിങ്ങളുടെ ഇസ്സത്ത് അതാ ഖുർആനിൽ ആണുള്ളത്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതെ, റിഫഅത്ത് ലഭിക്കാൻ, ഈ സമൂഹത്തിൽ ഉന്നതി ലഭിക്കാൻ അല്ലാഹുവിന്റെ കലാമിനോട് ഏറ്റവും യോജിച്ചു നിൽക്കുന്ന, അതിനെ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, പ്രാവർത്തികമാക്കുന്ന ആളുകളെ അള്ളാഹു ഉയർത്തുന്നതാണ്. മറ്റൊരു സംഭവം നോക്കൂ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫി ഇബ്നു അബ്ദുൽ ഹാരിസിനെ ഉസ്ഫാൻ എന്നുള്ള സ്ഥലത്ത് കണ്ടുമുട്ടുകയുണ്ടായി. നാഫി ഇബ്നു അബ്ദുൽ ഹാരിസിനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മക്കയുടെ ഉത്തരവാദിത്തങ്ങൾ, ഭരണത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചതായിരുന്നു. അപ്പോൾ മറ്റൊരു പ്രദേശത്ത് ഇദ്ദേഹത്തെ കാണാനിടയായപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മൻ ഇസ്തഅമൽത അലാ അഹ്ലിൽ വാദി, മക്കയിൽ ആരെയാണ് നീ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത്, ഭരണത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്സയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വമൻ ഇബ്നു അബ്സ, ആരാണ് ഇബ്നു അബ്സ? കേട്ടറിവുള്ള പ്രശസ്തനായ ഉന്നതനായ ഒരു സ്വഹാബി അല്ലല്ലോ, ആരാണ് അത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ നാഫി ഇബ്നു അബ്ദുൽ ഹാരിസ് മറുപടി പറഞ്ഞു, മൗലൻ മിൻ മവാലീന, ഞങ്ങളുടെ അടിമകളിൽ ഒരു അടിമയാണെന്ന് പറഞ്ഞു, ഞങ്ങളുടെ അടിമകളിൽ ഒരു അടിമയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടു കൂടി ചോദിച്ചു, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ, ഒരു അടിമയാണോ ആ മക്കയുടെ നേതൃത്വം, അതിന്റെ ഭരണകാര്യത്തിന്റെ ഉത്തരവാദിത്തം നീ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹ്, അദ്ദേഹം അല്ലാഹുവിന്റെ കിതാബിൽ അറിവുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കിതാബിനെ കുറിച്ച് അറിവ്, അള്ളാഹുവിന്റെ കിതാബായ ഖുർആനിനെ കുറിച്ച് അറിവുള്ളവനാണ്. വഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, അനന്തര നിയമങ്ങളെ കുറിച്ച്, അനന്തരാവകാശ നിയമങ്ങളെ കുറിച്ച് അറിവുള്ളവനുമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അമാ ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാല, അതെ, നിങ്ങളുടെ നബി പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ, അല്ലാഹു തആല ചില ആളുകളെ ഈ ഖുർആൻ കൊണ്ട് ഉയർത്തും, അവർക്ക് ഉന്നതി നൽകും. ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന, അത് ജീവിതത്തിൽ പകർത്തുന്ന, അത് പഠിപ്പിക്കുന്ന ആളുകളെ. എന്നാൽ മറ്റു ചിലരെ അള്ളാഹു ഇകഴ്ത്തും. ഈ ഖുർആനിന്റെ കൽപ്പനകളെ അംഗീകരിക്കാതെ അവർ പിഴച്ചു പോയതിൽ വേദം ചുമക്കുന്ന കഴുതകളെ പോലെ അവരെ ഇകഴ്ത്തുകയും ചെയ്യും. സഹോദരങ്ങളെ, ഇതാ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ കുറിച്ച് നാം പരിശോധിക്കുക. നാം വീണ്ടും ഒരു പുനർവിചിന്തനം നടത്തുക. എത്രയാണ് ഒരു ദിവസത്തിൽ നമുക്ക് ഖുർആൻ ഓതാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ ഖുർആനിനെ കുറിച്ചുള്ള അറിവ് എത്രത്തോളമാണ് നമ്മൾ പഠിക്കുന്നത്? എത്രത്തോളാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നത്? നിങ്ങൾക്കറിയുമോ, നാളെ ഓരോ നബിമാരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറയുക, എന്റെ ഉമ്മത്തി എന്റെ ഉമ്മത്തി എന്ന് അള്ളാഹുവിനോട് പറയുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഈ ഉമ്മത്തിനെതിരെ പറയുന്ന ഒരു വാക്കെന്താണെന്നറിയോ? അള്ളാഹു തആല പറഞ്ഞു, വഖാലർ റസൂൽ, നാളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, യാ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എന്റെ ഖൗം ഈ ഖുർആനിനെ
അവഗണനയോടെയാണ് സ്വീകരിച്ചത്, അതിനെ അവഗണിച്ചുകൊണ്ടാണ് സ്വീകരിച്ചത്. അതവർ പഠിച്ചില്ല, അതവർ പാരായണം ചെയ്തില്ല, അതവർ ജീവിതത്തിൽ പകർത്തിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ശിഫായിനെ തേടിയില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, മല്ലം യഖ്തമിൽ ഖുർആന ഫി ശഹർ ഫഖദ് ഹജറഹു. ഒരാൾ ഒരു മാസത്തിൽ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം ഖുർആനുമായിട്ട് ഒരു ബന്ധമില്ല എങ്കിൽ അവൻ അതിനെ അവഗണിച്ചിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ശറഫായിട്ടുള്ള, നമുക്ക് സദുപദേശമായിട്ടുള്ള, നമുക്ക് റഹ്മത്തായിട്ടുള്ള ഹിദായത്ത് നമ്മെ ഉറപ്പിച്ചു നിർത്തുന്ന, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മെ വഴി കാണിക്കുന്ന അള്ളാഹുവിന്റെ കലാമായ ഖുർആനുമായിട്ടുള്ള ബന്ധം നാം പരിശോധിക്കുക. അത് ശക്തമാക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ എടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, റമദാനിന് മുമ്പുള്ള, റജബിന് ശേഷമുള്ള ശഅബാൻ എന്ന മാസം, സലഫുകൾ ഈ മാസത്തെ പറയാറുണ്ടായിരുന്നത് ഷഹ്റുൽ ഖുർആ എന്നാണ്. സലഫുകളിൽപ്പെട്ട സലമത്ത് ഇബ്നു കുഹൈൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുമായിരുന്നു, ഷഹ്റു ശഅബാൻ ഷഹ്റുൽ ഖുർആ. ശഅബാൻ മാസം ഖുർആൻ പാരായണക്കാരുടെ മാസമാണ്. അതുപോലെ തന്നെ പല സലഫുകളും ശഅബാൻ ആയി കഴിഞ്ഞാൽ ഷഹ്റുൽ ഖുർആ, ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് എന്ന് പറഞ്ഞത് കാണാം. സലഫുകളിൽപ്പെട്ട അംർ ഇബ്നു ഖൈസ് റഹിമഹുല്ലാ അദ്ദേഹം ഇദാ ദഖല ശഅബാൻ ആയി കഴിഞ്ഞാൽ അഗ്ലക ഹാനൂതഹു, അദ്ദേഹത്തിന്റെ കച്ചവടം, അദ്ദേഹത്തിന്റെ കട അതടക്കും, കച്ചവടം കുറച്ച് കുറക്കും. വതഫറഗ ലിഖിറാഅത്തിൽ ഖുർആൻ, എന്നിട്ട് കൂടുതൽ സമയം ഖുർആൻ പാരായണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുമായിരുന്നു. അദ്ദേഹം സമയം പ്രത്യേകം കണ്ടെത്തുമായിരുന്നു എന്ന് കാണാം. കാരണം റമളാനിലേക്കുള്ള ഒരുക്കമായി, റമളാനിലേക്ക് ഒന്ന് ഒരുങ്ങുവാൻ വേണ്ടി ഖുർആൻ പാരായണത്തിന് ധാരാളം സമയം സലഫുകൾ ശഅബാനിൽ കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ ശഅബാൻ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഐച്ഛികമായ നോമ്പെടുക്കുമായിരുന്നു. ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലം അറക തസൂമു ശഹ്റൻ മിനശ് ശുഹൂർ മാ തസൂമു മിൻ ശഅബാൻ, ശഅബാൻ മാസത്തിലെ പോലെ നോമ്പെടുക്കുന്ന ഒരു മാസവും ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇത്രയധികം നോമ്പുകൾ വേറൊരു മാസത്തിലും നിങ്ങൾ എടുക്കുന്നില്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു الناس عنه ബൈന റജബിൻ വശഅബാൻ, ബൈന റജബിൻ വറമളാൻ, റജബിന്റെയും പവിത്രമായ റജബിന്റെയും ഖുർആൻ ഇറങ്ങിയ റമളാനിന്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധമായി പോകുന്ന ഒരു മാസമാണ് ശഅബാൻ എന്നുള്ളത്. വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹി അൽഅമാൽ ഇലാ റബ്ബിൽ ആലമീൻ, ആ മാസത്തിൽ അല്ലാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. ഫഉഹിബ്ബു അയർഫഅ അമലി വഅന സായിമുൻ, ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ കർമ്മങ്ങൾ അത് നോമ്പുകാരനായിരിക്കെ, ഞാൻ നോമ്പുള്ളവനായിരിക്കെ ഉയർത്തപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, ശഅബാൻ മാസത്തിൽ നാം പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട, റമളാനിന് വേണ്ടി ഒരുങ്ങുക എന്ന നിലയ്ക്ക്, ഫർള് നിസ്കാരത്തിന് മുമ്പ് റവാത്തിബായി നിസ്കരിക്കുന്നത് പോലെ റമളാനിന് വേണ്ടി ഒരുങ്ങുക എന്ന നിലയ്ക്ക് നാം പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട, നമ്മുടെ മുൻഗാമികൾ ശ്രദ്ധ കൊടുത്തിരുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, ഖുർആൻ പാരായണം ധാരാളമായി വർദ്ധിപ്പിക്കുക എന്നത്. രണ്ട്, സുന്നത്തായ നോമ്പുകൾ കഴിവിന്റെ പരമാവധി എത്രയാണോ എടുക്കാൻ സാധിക്കുക, ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുന്നത്തായ നോമ്പുകളും നാം നോൽക്കുക. ഈ രണ്ട് കാര്യങ്ങളും നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, الصيام والقرآن يشفعان للعبد يوم القيامة, നോമ്പും ഖുർആനും നാളെ അടിമക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും. يقول الصيام, നോമ്പ് പറയും, ഐ റബ്ബി മനഅതുഹു അത്'ആമ വശഹവാത ബിന്നഹാർ, റബ്ബേ ഞാൻ അവന്റെ ഭക്ഷണവും അതുപോലെ ശഹവത്തുകളും ഞാൻ പകലിൽ അവന് തടഞ്ഞിട്ടുണ്ട്. ഫശഫിഅനി ഫീഹി, അവന്റെ വിഷയത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണം. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു അന്നൗമ ഫിൽ ലൈൽ, അവന്റെ രാത്രിയിലുള്ള ഉറക്കം ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഫശഫിഅനി ഫീഹി, എന്റെ ശുപാർശ അവന്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണം. ഫതുശഫഅനി, അവരെ രണ്ടുപേരുടെയും ശുപാർശ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന, നമ്മുടെ റമളാനിന് വേണ്ടി നമ്മെ ഒരുക്കുന്ന ഏറ്റവും നല്ല കർമ്മങ്ങളാണ് ഖുർആൻ പാരായണവും അതുപോലെ തന്നെ ഐച്ഛികമായ നോമ്പുകളും. അതിനുവേണ്ടി നാം തയ്യാറാവുക. നാം പ്രവേശിക്കുന്നത് ശഅബാനിലേക്കാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.